കാൽക്കോടി രൂപ ചെലവിൽ നിർമ്മിച്ച് ആസ്പെറ്റോസ് ഷീറ്റ് മേഞ്ഞ ഒരു ഷെഡിലാണ് നൂറുകണക്കിന് KSRTC ബസ്സുകൾ കടന്നുപോകുന്ന മലപ്പുറം എടപ്പാളിലെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ്. ആദ്യകാലത്ത് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ ദീർഘദൂര ബസ്സുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് നിലച്ചു. ഇപ്പോൾ 10,000 ശമ്പളം വാങ്ങുന്ന 3 ഉദ്യോഗസ്ഥർക്ക് പ്രതിദിനം 3 ഷിഫ്റ്റിലായി മാത്രമാണ് ജോലിയുള്ളത്. റിപ്പോർട്ട്. സംസ്ഥാന പാതയിലൂടെ കടന്നുപോകുന്ന ദീർഘദൂര KSRTC ബസ്സുകൾ ഈ കേന്ദ്രത്തിൽ കയറുകയാണ് പതിവ്. ബസ് സമയം ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെക്കും. എന്നാൽ കേന്ദ്രത്തിലേക്ക് കയറാനുള്ള റോഡാകട്ടെ ചെളിയും കുണ്ടും കുഴിയും നിറഞ്ഞ നിലയിലാണ്. യാത്രക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളും ഇല്ല. വേണമെങ്കിൽ പൈസ കൊടുത്തൊരു ചായ കുടിക്കാം, ശൗചാലയത്തിൽ പോകാം. മറ്റൊരു അടിസ്ഥാന സൗകര്യങ്ങളും ഇതുവരെ എടപ്പാളിൽ യാത്രക്കാർക്ക് ലഭ്യമായിട്ടില്ല. നഷ്ടത്തിൽ നിന്നും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്ന KSRTCക്ക് തൃശൂരിനും കോഴിക്കോടും ഇടയിലെ 130 കിലോമീറ്ററിനുള്ളിലുള്ള ഏക സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിന്റെ ദുരവസ്ഥ ദയനീയമാണ്. 25 ലക്ഷം രൂപ ചെലവഴിച്ച് ഇത്തരത്തിലുള്ള ഷെഡ് നിർമ്മിച്ചപ്പോൾ തന്നെ വലിയ ആരോപണങ്ങളാണ് ഉയർന്നിരുന്നത്. എന്നാൽ തുടർ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ആദ്യകാലത്ത് സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസിൽ ദീർഘദൂര ബസ്സുകളുടെ ടിക്കറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. വൈകാതെ ഗ്രാമീണ റൂട്ടുകളിലേക്ക് ചെറിയ ബസ് റൂട്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുമെന്നും പ്രഖ്യാപനമുണ്ടായി. എന്നാൽ നിലവിലുള്ള സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസും പൂട്ടുകയായിരുന്നു. ഇവിടെ എത്തുന്ന KSRTC ബസ്സുകളിലെ യാത്രക്കാർ ചായ കുടിക്കുമെന്ന ഉറപ്പിൽ ലക്ഷങ്ങൾ നൽകി ക്യാൻറ്റീൻ നടത്തി വന്ന കരാറുകാരും ഇതോടെ തീരാ ദുരിതത്തിലാണ്. ഗണേഷ് കുമാർ മന്ത്രിയായതോടെയാണ് അടിയന്തര ഉത്തരവിലൂടെ ഇപ്പോൾ വീണ്ടും തുറന്നു പ്രവർത്തിക്കുന്നത്. സംസ്ഥാന പാതയിലൂടെ ബസ്സുകളെ സമയക്രമം പാലിക്കാതെ ഓടിക്കുന്ന മൂലമുള്ള നഷ്ടം ഒഴിവാക്കാനും വരിവരിയായി ബസ്സുകൾ പോകാതിരിക്കാനുമാണ് വീണ്ടും തുറന്നെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിശദീകരണം. എടപ്പാൾ കേന്ദ്രത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നടപടികൾ വേണമെന്നാണ് യാത്രക്കാരടക്കമുള്ളവർ പറയുന്നത്. സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന ആ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അവിടെ ബസ് ഇരിപ്പ് കേന്ദ്രമായി 10 വർഷം അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ്. പക്ഷേ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് വളരെ കുളമായി കിടക്കുന്ന, മഴക്കാലത്ത് ഒട്ടും ഒരു യാത്രക്കാരന് കയറി ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിവിശേഷമാണ്. ഓൺലൈൻ ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരുന്നെങ്കിലും കുറച്ച് കാലങ്ങളായി ഓൺലൈൻ സൗകര്യമില്ല. ആളുകൾക്ക് യാത്ര ചെയ്യാൻ മാത്രമായ പരിമിതമായി അതിനെ മാറ്റിയിരിക്കുകയാണ്. 10 വർഷമായി യാതൊരു തരത്തിലുള്ള പുരോഗമനത്തിനും ഈ തവനൂർ നിയോജകമണ്ഡലത്തിൻ്റെ ഉത്തരവാദപ്പെട്ട MLA KT ജലീൽ തിരിഞ്ഞു നോക്കാത്ത ഒരു സ്ഥലമായി നമ്മുടെ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് അധപ്പതിച്ചിരിക്കുന്നു എന്ന ധാരാളം സ്ഥലവും സൗകര്യവും ഉള്ളതിനാൽ കോർപ്പറേഷന് വരുമാനമുണ്ടാക്കാനുള്ള പല പദ്ധതികളും എടപ്പാളിൽ നടപ്പാക്കാൻ കഴിയും. ബസ് ബോഡി നിർമ്മാണ യൂണിറ്റ് അടക്കം വലിയ പ്രവർത്തനങ്ങൾ നടന്നിരുന്ന കോർപ്പറേഷന്റെ ജില്ലയിലെ പ്രധാന കേന്ദ്രമാണ് അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ കിടന്നു നശിക്കുന്നത്. മലബാർ ടൈംസ്, എടപ്പാൾ.